അപ്പോൾ അങ്ങ് ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീവിദ്യ ഉപാസനയെ കുറിച്ചൊന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ശ്രീവിദ്യ വന്നിട്ട് ഞങ്ങൾ ഉപാസിക്കുന്നത് മഹാവിദ്യയാണ്. മഹാവിദ്യ വന്നിട്ട് നമ്മുടെ പ്രാണായാമത്തിൽ കൂടിയാണ് ഉപാസന. വെറുതെ മന്ത്രോച്ചാരണം കൊണ്ട് ആ മഹാവിദ്യക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ ഷഡാധാരങ്ങൾ വഴി പ്രാണനെ ശിരസിൽ കൊണ്ടുവന്ന് ലലാടത്തിനടുത്ത് ലളിത എന്ന് പറയുന്ന ഒരു ബിന്ദുവാണ്. ലളിതയിൽ കൊണ്ടുവന്നാണ് നമ്മൾ ശ്രീവിദ്യാമന്ത്രം ഉപാസിക്കുന്നത്. അത് യോഗയിൽ വരുന്നത്. പിന്നെ പൂജയിൽ വരുന്ന സമയത്ത് നമ്മൾ വെളിയിലുള്ള കർമ്മങ്ങൾ, അത് ഭാഗ്യമായ പൂജ. ആന്തരിക പൂജയിൽ അത് നമ്മുടെ സഹസ്രാരത്തിലാണ് ലൈറ്റിനെ ഫാം ചെയ്തിട്ടാണ് ബിന്ദു എന്ന് പറയും, ബിന്ദു ചക്രം, അതിനെ ഫാം ചെയ്തിട്ടാണ് ഉപാസന ചെയ്യുന്നത്. ഇത് രഹസ്യങ്ങൾ നിറയുണ്ട്, അതിൻ്റെ തെറ്റ് അപ്പോഴും പറയും. അതെ 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 അതെ. അപ്പോൾ അതുപോലെ ഭാരതീയ പിന്നെ ഈ ജാമിതീയ രൂപങ്ങളിൽ ഏറ്റവും സങ്കീർണമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ് ശ്രീചക്രം. ശ്രീചക്രത്തിൻ്റെതായ നിഗൂഢതകൾ, അതായത് ദേവിയുടെ അരൂപമായ ഭാവം. അതെ അതെ. അതായത് നമ്മുടെ ബോഡി തന്നെ ദേവി. അതിൻ്റെ 9 ദേവതകൾ. അതായത് അതിനകത്തിരിക്കുന്ന ദേവതകളും എല്ലാം ഒന്നും നമ്മുടെ ശരീരം തന്നെ. അതെ അതെ അതെ. അപ്പോൾ ശരീരത്തിലിരിക്കുന്ന 43 പോയിന്റിനെയാണ് 43, മൊത്തം 44. അല്ല, ഒന്ന് പറയാമോ ശ്രീചക്രത്തെക്കുറിച്ച്? ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രീചക്രത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന്. ശ്രീചക്രത്തിൽ മുകളിലോട്ട് പോകുന്ന കോണിന് വന്നിട്ട് ശിവം എന്നും കീഴ്പോട്ട് വരുന്ന കോണിന് വന്നിട്ട് ശക്തി എന്നുമാണ് പറയുന്നത്. ഈ രണ്ടും ചേരുന്ന ബിന്ദു ഭാഗത്തിനാണ് ശിവശക്തി സംഗമം എന്ന് പറയുന്നത്. അവിടെയാണ് ദേവതയുടെ സ്ഥാനം, ഈ കോണിലല്ല. അപ്പോൾ അവസാനം നടുക്ക വരുന്ന കോണിലാണെങ്കിൽ കീഴെ നോക്കിയുള്ള കോണാണ്, അപ്പോൾ ദേവീ ബീജമാണ്. അതിനകത്ത് ഒരു പോയിന്റ് വരുന്നുണ്ട്, അവിടെയാണ് ദേവിയുടെ യഥാർത്ഥ ചൈതന്യം നിൽക്കുന്നത്. പിന്നെ ബാക്കി ഉള്ളത് അത്രയും നമ്മുടെ, അപ്പം ഇവിടെയാണ് ആത്മാവ്. ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ആത്മാവിൻ്റെ പുരങ്ങളാണ്. അങ്ങനെയാണ് 43 കോണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ അതിനുള്ളിലൂടെ വട്ടം വരുന്നുണ്ട്, ദളം വരുന്നുണ്ട്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെ പഠിക്കുകയാണെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് 4-5 ദിവസം ഒന്നിച്ചെന്ന് ക്ലാസ് എടുത്താലും തീരുവില്ല. അതാണ് ശരിക്കും മനുഷ്യ ശരീരത്തിന് തന്നെ, നമ്മുടെ ശരീരം തന്നെ. അപ്പം അതിന് പോയിന്റ് കൊടുക്കുന്നത് ലലാടത്തിനാണ്, അകത്ത് ബിന്ദു ചക്രത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ലളിത വന്നിട്ട് അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ബാബാജീനെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ 108 ഗായത്രി ജപിക്കുന്നത് ഒരു ഗുപ്ത ഗായത്രി ജപിക്കുന്നു. ഗുപ്ത ഗായത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യ, പഞ്ചദശാക്ഷി. അപ്പോൾ 108 ശ്രീവിദ്യ ജപിക്കുന്നത് ഒരു ക്രിയ എന്നാണ്. അപ്പം ക്രിയായോഗയുടെ എഫക്റ്റ് എത്ര ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് കൂടുതലും ക്രിയായോഗയിലാണ് നമ്മുടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്. വരുന്നവർക്ക് ക്രിയയുടെ മറ്റ് ശ്രീവിദ്യയുടെ ഉപാസനയും സാധനമെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ അതെ. പിന്നെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്, നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരുപാട് മതങ്ങൾ, ലോകത്തിൽ ഏതാണ്ട് 9 മേജർ മതങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൽ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ജീസസ് ക്രൈസ്റ്റ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു എൻറ്റിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു ദേവതയായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെ ഇതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ നമ്മുടെ ക്രിയായോഗ സമ്പ്രദായത്തിൽ നാഥപരമ്പരയിലുള്ളൊരു യോഗിയായിട്ട് അദ്ദേഹത്തിനെ കാണുന്നു. അപ്പോൾ പരമഹംസ യോഗാനന്ദജിയുടെ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ക്രൈസ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാഥപരമ്പരയിലുള്ളൊരു യോഗിയാണ്. അതൊന്നും തീർച്ചയായിട്ടും യോഗിയാണ്. ശരിക്കും വന്നിട്ട് യേശുവിനെ പറയുന്നത് ഒരു ബുദ്ധിസ്റ്റാണ് പറയുന്നത്. അതെ അതെ അതെ. ഹിന്ദുക്കൾ ഒരു ബുദ്ധ സന്യാസിയായിട്ടാണ് യേശുവിനെ കാണുന്നത്. അതെ അതെ അതെ. അതിന് ഉദാഹരണം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു വന്നിട്ട് ഒരു ബുദ്ധ സന്യാസിയാകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പഴയ ഏർപ്പാടിൽ നിന്ന് പുതിയ ഏർപ്പാടിൽ വരുന്ന സമയത്ത് ക്രിസ്തുവിന് ശേഷമുള്ള അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത് വന്നിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മതത്തിനെ എടുത്താലും ശരി, ക്രിസ്തു മതത്തിനെ എടുത്താലും ശരി, ഇസ്ലാം മതത്തിനെ എടുത്താലും ശരി, സത്യം വന്നിട്ട് ഒന്ന് തന്നെയാണ്. അതാണ് ബ്രഹ്മം എന്നുള്ളത്. ബ്രഹ്മം എങ്ങനെയാണ്? അത് ലൈറ്റും സൗണ്ടും തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ നാഥപരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. നാഥപരമ്പരയിൽ യോഹാനന്ദൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അതിന് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ സ്ഥാനമൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷേ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം ശ്രീകൃഷ്ണ പരമാത്മാവ്, അതുപോലെ തന്നെ ലാഹിരി മഹാശയൻ, അങ്ങനെ വരുന്ന സമയത്ത് ബാബാജി കഴിഞ്ഞിട്ട് യേശുവിനാണ് കൊടുത്തിരിക്കുന്നത്. ബാബാജി, ജീസസ് ക്രൈസ്റ്റ്, ലാഹിരി മഹാശയൻ, അങ്ങനെ വരും. അപ്പോൾ ഈ നാഥപരമ്പരയിൽ തന്നെ യുക്തേശ്വർ ഗിരിയുടെ ആ ഒരു ചിട്ട ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഗിരി സമ്പ്രദായം അങ്ങനെ ഒരെണ്ണം ആക്ച്വലി അങ്ങനെയല്ല.
അപ്പം ഇതിൽ ഗിരി എന്ന് വരുന്നത് ശങ്കരാചാര്യ പരമ്പരയിൽ യുക്തേശ്വര അദ്ദേഹം വന്നിട്ട് യുക്തേശ്വര ഗിരിയായതാണ്, യോഹാനന്ദൻ്റെ ഗുരു. ആക്ച്വലി വന്നിട്ട് ബാബാജി, മനസ്സിലായില്ല ആ പോയിന്റ് ഒന്ന് ഞാൻ ഒരിക്കലും പറയാം. ആദ്യം ബാബാജി ഒരിക്കലും സന്യാസി പരമ്പരയിൽ വന്ന ആളല്ല, മനസ്സിലായില്ല. അപ്പം ബാബാജിയുടെ അടുത്ത് തന്നെ പ്രണവാനന്ദൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് കാഷായ വസ്ത്രം ധരിക്കാതെ എന്ത് സ്വാമി എന്നുള്ള പേര്? എനിക്ക് സ്വാമി കാഷായ വസ്ത്രം ഒന്നും വേണ്ട, ആവശ്യമില്ല. കാരണം അതെല്ലാം വന്നിട്ട് ഈ വെളിവേഷമാണ്. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തലവേദനയാണ് എന്ന് അദ്ദേഹം അത് പറഞ്ഞത് ഒഴിച്ചു മാറുന്നുണ്ട്. അതേസമയം യുക്തേശ്വരഗിരിയെ വന്നിട്ട് അദ്ദേഹം സ്വാമി തന്നെ വിളിക്കുന്നത്. കാരണം ശങ്കരാചാര്യ പരമ്പരയിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഞങ്ങൾ ആ ഗിരി സമ്പ്രദായം വരുന്നത് യുക്തേശ്വരഗിരി ആയതുകൊണ്ടാണ് വരുന്നത്. ഗിരിസ്ഥാനം എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എനിക്കും ഞാനും എടുക്കില്ല, മനസ്സിലായി. അപ്പം സന്യാസ പരമ്പരയ്ക്ക് ഇതിന് നമ്മുടെ ക്രിയായോഗയ്ക്ക് ഒരു പ്രാധാന്യമേ ഇല്ല, കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ബാബാജി ഫസ്റ്റിൽ വന്നിട്ട് കബീർദാസിന് ഈ ഉപദേശം കൊടുത്ത് അതിനടുത്തത് കൊടുക്കുന്നത് ഇദ്ദേഹത്തിനാണ്, ശങ്കരാചാര്യർക്കാണ് കൊടുക്കുന്നത്. ശങ്കരാചാര്യർക്കാണ് ആദ്യം കൊടുക്കുന്നത്, അത് കഴിഞ്ഞ ശേഷം കബീർദാസിന് കൊടുക്കുന്നത്. അപ്പം ശങ്കരാചാര്യർക്ക് ഈ ദീക്ഷ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശങ്കരാചാര്യരുടെ പല ബുക്സുകളിലും അദ്ദേഹം എഴുതിയിട്ടുള്ള ഇതിലെല്ലാം ഇത് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പം അതേപോലെ കബീർദാസിനും കിട്ടുന്നുണ്ട്. അപ്പം രാമാനന്ദൻ്റെ പരമ്പരയിൽ വന്നാണ് കബീർദാസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സന്യാസത്തിന് ഈ ഗിരി പരമ്പരയിൽ പ്രാധാന്യം വരുന്നില്ല. ഇതൊന്നും അധികം ആളുകൾ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ സംവാദങ്ങൾ ഉണ്ടാവും തോന്നുന്നു. വരട്ടെ, അതെ വരണം, അങ്ങനെ ഒരു ഇത് വരാനുള്ള സാധ്യത. അതുകൊണ്ട് ഒരിക്കലും ബാബാജി സന്യാസിയല്ല, അല്ല. ബാബാജി വെളിവേഷങ്ങളിലൊന്നും നിൽക്കുന്ന ആളെ അല്ല, സന്യാസ ധർമ്മത്തിലേക്ക് അങ്ങനെ വരുന്നില്ല. പിന്നെ അദ്ദേഹം ആരെങ്കിലും സ്വാമി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സ്വാമിമാരാണ്. അതെ അതെ. പിന്നെ അതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ശ്രീ എമ്മിന്റെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും ബാബാജിയും അതുപോലെ തന്നെ ജീസസും ഒക്കെ ഹിമാലയത്തിന്റെ പ്രാന്തങ്ങളിലുണ്ടെന്നും അവരിങ്ങനെ ലോകധർമ്മത്തിന് വേണ്ടി ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം അങ്ങനെ ഒരു വെളിച്ചം പറയാനായിട്ട്. അതായത് ഇന്ന് വേറൊരു കാര്യമുണ്ട്, ഈ ബാബാജിയെ ആർക്കും എപ്പോഴും കാണാം. അപ്പം നിങ്ങളുടെ ഒരു ക്രിയായോഗി ആയതുകൊണ്ട് ഞാൻ പറയാം. അതായത് സുഷുമ്നയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സുഷുമ്നയിൽ കൂടി നിങ്ങളുടെ 1,50,56,000 പ്രാവശ്യം സുഷുമ്നയിൽ കൂടി പ്രാണനെ സഞ്ചരിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം ക്രിയ അറിയാമെന്നുള്ളതുകൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സഞ്ചരിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ എപ്പോഴും പ്രത്യക്ഷമാകും. അത് എന്തുകൊണ്ട്? അവനാണ് എൻ്റെ ശിഷ്യൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, കാരണം ബാബാജി പ്രത്യക്ഷമാകുന്ന സമയത്ത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് വേണം. അല്ലാതെ ഞാൻ ബാബാജിയെ കണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും ബാബാജി ആകും. ഇങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ഇപ്പം പലരും പറയുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ സുഷുമ്നയിൽ കൂടി ഈ പ്രാണൻ, അതിന് ഉദാഹരണം നിങ്ങളുടെ ഗുരു എൻ്റെ ഗുരു ഒരാളെയാണ്, യോഗി മോഹൻ. അപ്പം ഈ യോഗി മോഹൻ സ്വാമിയും ഞാനും കൂടെയാണ് പണ്ട് ഇവിടെയൊക്കെ ക്രിയായോഗ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ YSS എനിക്കെല്ലാം ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിഷയം വേറെ. അതിനുശേഷമാണ് ഇപ്പോഴെല്ലാമാണ് ഈ നിറയെ ക്രിയായോഗം. അതെ. അപ്പോൾ ആ സമയത്ത് യോഗി മോഹൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സ്വാമി എങ്ങനെയാണ് ബാബാജിയെ കാണും? ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ ഈ തപസ് ചെയ്ത ഒരു മനുഷ്യനാണ്. എന്നിട്ടാണ് എനിക്ക് ബാബാജി ദർശനം കിട്ടിയത്. ബാബാജി ദർശനം കിട്ടുന്ന സമയത്ത് യോഗി മോഹൻ്റെ ഗുരുനാഥൻ ഒരിക്കലും മരിച്ചില്ല, അദ്ദേഹം അപ്പോഴുണ്ടായിരുന്നു, ഭാവാനന്ദഗിരി. അദ്ദേഹത്തിന് ലെറ്റർ അയക്കുകയായിരുന്നു, സ്വാമി ഇങ്ങനെ ഒരു സംഭവം ഇത് നടന്നിട്ടുണ്ട്, ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ തന്നെ അദ്ദേഹം വന്ന്, നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവനാണ്, കാരണം എന്ന് പറഞ്ഞാൽ ബാബാജിയുടെ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ദർശനം കൊടുക്കുള്ളൂ. അത് ആ ഒരു ഭാഗ്യം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും എന്ന് പറയും, അദ്ദേഹം മരിക്കുന്നവർക്ക് ഞാനും അങ്ങനെ കൂട്ടിയത്. ശരി. അപ്പോൾ ഇവിടെ അങ്ങനെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടോ ഇവിടെ ആശ്രമമായിട്ട്? അപ്പോൾ എന്തൊക്കെ തരം ക്ലാസ്സുകളാണ്? കാരണം അത് നമ്മുടെ പ്രേക്ഷകർക്കാണ്. കാരണം അങ്ങനെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏതൊക്കെ ഇതാണ്? ആദ്യം ഫസ്റ്റിൽ വന്നിട്ട് നമ്മുടെ ബോഡി പ്രിപ്പറേഷനാണ്. അതിന് വന്നിട്ട് ഘടയോഗം, യോഗ പഠിപ്പിച്ചു കൊടുക്കും. ഈ ഘടയോഗം പഠിപ്പിച്ചതിന് ശേഷമേ ഞാൻ ക്രിയയിലേക്ക് വിടും. അപ്പം എനിക്ക് സ്ട്രിക്റ്റായിട്ട് ഘടയോഗം പഠിക്കണം. ഘടയോഗം പഠിച്ച് ബോഡി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്രിയായോഗയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ക്രിയായോഗയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഔഷധം കഴിക്കണം. ഔഷധങ്ങളൊക്കെ കൊടുക്കും.
സിദ്ധ ഔഷധങ്ങളൊക്കെ ഉണ്ട്. അത് മഹായോഗിമാർ സിദ്ധന്മാരന്ന് പഠിപ്പിച്ച ഔഷധങ്ങൾ. കാരണം ആ കഷായങ്ങളെല്ലാം കഴിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഈ സപ്തധാതുക്കൾ ശുദ്ധിയാവൂ, അല്ലെങ്കിൽ ശുദ്ധിയൊന്നും ആവില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കുന്നത്, കാരണം സിദ്ധവൈദ്യത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ തങ്കഭസ്മം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത് സാധാരണ നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് ദോഷം വരുത്തും. ഒരു ദോഷം വരില്ല. അതിനത് കറക്റ്റ് വേയിൽ അത് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ മെറ്റൽസ് കഴിക്കും, അല്ലാതെ മറ്റേ മരുന്നുകളുണ്ട്, പച്ചില മരുന്നുകളുണ്ട്. അല്ലാതെ കഴിക്കുന്നത് താമ്രസിന്ദൂരം, അയസിന്ദൂരം, രസം, ഗോൾഡ്, അബ്രം, ഇന്ദുകാന്തം, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ സമയം എടുത്ത് കഴിക്കേണ്ടി വരും. പിന്നെ ഇത് എന്തൊക്കെ കഴിച്ചെന്നാലും നമ്മുടെ ഈ സാധാരണ രീതിയിൽ നമ്മുടെ മറ്റുള്ള മരുന്നുകൾ കഴിക്കണം, പച്ചില മരുന്നുകളൊക്കെ. അതിന് കരിച്ചിലാങ്കണ്ണി, തൂതുവള, പല്ലാര, മുസുമുസക്കി, പിന്നെ അതുപോലെ കടുക്ക ഏറ്റവും ബെസ്റ്റ് മരുന്ന്. അത് മരുന്നല്ല പറയുന്നത്. തിരുമന്ത്രത്തിൽ 3 മരുന്ന് ദിവസം ഒരാൾ കഴിക്കുകയാണെങ്കിൽ അവന് ആയുസിന്റെ പഞ്ചമേലാന്ന് പറയുന്നത്. ഇല്ല, തെറ്റ് അവിടെ തെറ്റ് പറ്റി. അവിടെ അതാണ് ഈ മണ്ട ശിരോമണികളൊക്കെ അറിഞ്ഞൂടാത്തതുകൊണ്ട്. അതായത് നീ രാവിലെ ഇഞ്ചി, ഉച്ചയ്ക്ക് ചുക്ക്, രാത്രി കടുക്ക, ഈ 3ഉം ഉണ്ട് ആര് വരുന്നോ അവന് കായകൽപ്പസിദ്ധി താനേ ഉണ്ടാവുന്നു. ഇത് വേറെ ആരും പറഞ്ഞില്ല, തിരുമൂലന്റെ തിരുമന്ത്രം എടുത്ത് വായിക്കായിരുന്നു. അപ്പം കാലത്ത് ഇഞ്ചി, അത് ഒന്നുമില്ലെങ്കിൽ ചായയില്ലെങ്കിൽ 2 ഇഞ്ചി ചതച്ചിട്ട് നമ്മൾ ചായ കുടിക്കണം. ഉച്ചയ്ക്ക് ചുക്ക് പൗഡറാക്കി നമ്മുടെ ആഹാരത്തിൻ്റെ കുറച്ച് പൊടിയും കൂടെ ഇട്ട് അത് കഴിക്കണം. അത് തമിഴ്നാട്ടിലെ എല്ലാവർക്കും മസ്റ്റാണ്, മനസ്സിലായില്ല. അത് കഴിഞ്ഞ് രാത്രി കടുക്കാപ്പൊടി. കടുക്ക എന്തെന്നുള്ളാൽ 5 ഗുണങ്ങൾ അതിനകത്തുണ്ട്. 1-2 ഗുണങ്ങളല്ല, 5 ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് ഒരു ആഹാരത്തിന് 6 സുവ വേണം. 6 സുവ അന്നം തമിഴിൽ പറയും. 6 ടേസ്റ്റും ഉണ്ട്. 6 ടേസ്റ്റും ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആണ്. അതായത് കശപ്പ്, ഇനിപ്പ്, കവർപ്പ്, ഉപ്പ്, പുളി, മധുരം, ഇങ്ങനെ ഈ ഇത്രയും ഒരാളിന് ആഹാരത്തിന് വേണ്ടത്. നിങ്ങൾ എന്ത് കഴിച്ചാലും ഈ 6 എണ്ണം അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാലും ഈ 6 ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനിപ്പും മധുരവും 2ആണോ അതോ? അല്ല, അതായത് മധുരം, അതായത് 6 എണ്ണം. കശപ്പ്, കവർപ്പ്, അത് 2 വ്യത്യാസമാണല്ലേ? ഉണ്ട്. കവർപ്പിന് വ്യത്യാസമുണ്ട്, കശപ്പിന് വ്യത്യാസമാണ്. കയ്പല്ല, കവർപ്പ് കവർപ്പുണ്ട്. അത് കഴിഞ്ഞ് ഉപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, മധുരമുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, എരിവുണ്ട്. പിന്നെ പുളിയുണ്ട്. അങ്ങനെ 6 എണ്ണം. അപ്പൊ ഈ 6 നമ്മുടെ ഉള്ളിൽ വരണം. അതെ. എനിക്ക് പരിചയമുള്ളൊരു സിദ്ധവൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ രസമണികളൊക്കെ ഉണ്ടാക്കുന്നു, അങ്ങനെ കുറച്ച് രഹസ്യ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോയി അത് കാണാറുണ്ട് ഇടയ്ക്ക്. അതായത് രസമണി അങ്ങനെ ഞാൻ കുറ്റം പറയില്ല. രസമണി ആടുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് എന്ന് പറയാം. ആടാത്ത മണിയൊന്നും രസമണിയേ അല്ല. അത് ശരിയാണ്, എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. അല്ല, സ്തംഭനമണി നിങ്ങളെ കൊണ്ട് കഴിയുമോ നോക്കണം. ഇപ്പൊ സ്തംഭനമണി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഈ കറക്കുന്ന പശു, പാല് കറക്കുന്ന പശു ഇല്ലേ, ഈ മണിയെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പാല് കറക്കുകയാണെങ്കിൽ പാല് ചുരക്കൂല. അതാണ് സ്തംഭനമണി. അതെന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഈ പൊക്കളുടെ ഭാഗത്ത് ഇത് കെട്ടിയിട്ടാണ് ആ സ്തംഭനമണി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ശുക്ലം വന്നിട്ട് വെളിയിൽ പോകില്ല. അതിന് വേണ്ടിയുള്ള ടെക്നിക്കാണ്. അത് കഴിഞ്ഞിട്ട് സ്പർശമണിയുണ്ട്. സ്പർശമണി ടച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ചെമ്പ് സ്വർണ്ണമാകും. അത് കഴിഞ്ഞ് ഗമനമണിയുണ്ട്. ഗമനമണി വന്നിട്ട് വായിലിട്ടും കൊണ്ട് പറക്കാം. എല്ലാ വിദ്യകളും ഉണ്ട്. അന്ധകാലത്തും ഉണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് രസകട്ടി നിങ്ങൾക്കും ഉണ്ടാക്കാം. കുറച്ച് സൾഫർ വാങ്ങിച്ച് കുറെ മെർക്കുറിയും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അരച്ചാൽ മതി, ഉരുട്ടി കിട്ടും. അത് ഞാൻ ഇന്ന് കാണുന്ന മണിയല്ല. ശരി. അപ്പോൾ പതിയെ തുടങ്ങി ഇങ്ങനെ കൊട്ടിക്കയറി ഒരു പഞ്ചാരി മേളമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭാഷണമാണിത്. അപ്പോൾ സമയത്തിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് മാത്രം തൽക്കാലം ഇപ്പോൾ ഇന്നിവിടെ നമുക്ക് നിർത്താം. അപ്പോൾ ധാരാളം അറിവുകൾ അങ്ങയിൽ നിന്ന് ആർജിക്കാനുണ്ട്. ഇതിന് നമ്മുടെ ഇനിയൊരു കാര്യം പറയാം. നമ്മുടെ യോഗ പഠിക്കണമെങ്കിൽ തീർച്ചയായും വൈദ്യവും പഠിച്ചിരിക്കും. അതെ. അല്ല, ഇതെല്ലാം പരസ്പരം എല്ലാം. അതുകൊണ്ട് വൈദ്യം പഠിച്ചാൽ മാത്രം പോരാ, ഇത് പഠിക്കണം. ജ്യോതിഷം. ഞാൻ പറയാം, ഇവരെല്ലാവരും ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ
നമ്മൾ സമ്പൂർണ്ണമായ ഒരു സാധനത്തിലേക്ക് കാരണം ഇവിടെയുള്ള സിസ്റ്റം എപ്പോഴും അങ്ങനെയായിരുന്നു. കാരണം സമ്പൂർണ്ണനായ ഒരു വ്യക്തിയെ പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആളിന് വേണ്ടിയായിരുന്നു, ഒരു സമ്പൂർണ്ണത ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടെയുള്ള ശാസ്ത്രങ്ങളെല്ലാം. പക്ഷേ അതിനെ പിന്നീട് ഇപ്പം മോഡേൺ മെഡിസിനൊക്കെ വന്നു, അല്ലെങ്കിൽ മോഡേൺ കാഴ്ചപ്പാടുകൾ വന്നപ്പോഴത്തേക്ക് അതിനെ ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് പല പല ഭാഗങ്ങളാക്കിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ദർശനങ്ങളിൽ അത് സെക്കൻഡ് നല്ല ഒരു ഗുരുവിൽ നിന്ന് പഠിക്കും. ഇവിടെ ഗുരു ഇല്ല, അതെ 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 അതെ, ഇവിടെ ആചാര്യനേ ഉള്ളൂ. ആചാര്യൻ സാറിന് കൊണ്ട് ഒരു പ്രയോജനം കാര്യമല്ലേ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നമുക്ക് ഇവിടുന്നത്. പക്ഷേ പലതും ഇങ്ങനെ ഗുപ്തവിദ്യകളാണ്, ഗൂഢവിദ്യകളാണ്. അതിനെ പഠിച്ചെടുക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരു ഉണ്ടാവണം. ആ ഗുരു എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല അറിവുകൾ പ്രദാനം ചെയ്തതിന് ഇത്രയും പോരാ, ഇനി നിറയെ പഠിക്കാനുണ്ടോ? ഉണ്ടോ അല്ല, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും ആ നീല ബുക്കും എടുത്തോണ്ട് ഏറ്റവും നിറഞ്ഞ ഒരു സുഖസഞ്ചാര യോഗ. ശരി ശരി ശരി. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നിറയുണ്ട്. ഇത് വെളിയിൽ കൂടെ അങ്ങനെ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. കാരണം അകത്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു 10 ബുക്ക് എഴുതാം. അതെ 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 അതെ. അപ്പം എന്തായാലും തൽക്കാലം ഇന്ന് നമ്മളിവിടെ അപ്പോൾ ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്നതിന് ഞങ്ങൾക്ക് നന്ദി, നമസ്കാരം.